കൊനോഹ വില്ലേജിന്റെ സെക്കൻഡ് ഹൊക്കാഗെ. നറൂട്ടോ സീരീസിലെ ശക്തിയും ബുദ്ധിയും തേജസ്സും നിറഞ്ഞൊരു കഥാപാത്രം. മാദരയും ഹാഷിറാമയും ഒരുമിച്ചപ്പോൾ അവർക്ക് നടുവിൽ പ്രകോപനങ്ങളെ ഭയന്ന് ഉച്ചിഹ ക്ലാനിനെ മറ്റാരേക്കാളും കൂടുതൽ വെറുത്ത, എന്തിനും തയ്യാറായി നിന്ന ശക്തമായൊരു കഥാപാത്രം ടോബുരാമ സെഞ്ചു. സെഞ്ചു ഉച്ചിഹ ക്ലാനുകളുടെ നിരന്തരമായ പോരാട്ടങ്ങൾക്കും യുദ്ധങ്ങൾക്കും നടുവിലേക്കാണ് ടോബുരാമ ജനിച്ചു വീഴുന്നത്. അച്ഛൻ ബുസുമ സെഞ്ചുവിൻ്റെയും സഹോദരങ്ങളായ ഹാഷിറാമ, കാവറാമ, ഇത്താമ എന്നിവരുടെ കൂടെയും വളർന്നു വന്ന ടോബുരാമ യുദ്ധങ്ങൾ കവർന്ന മനുഷ്യജീവനുകൾക്ക് നടുവിലാണ് തൻ്റെ ബാല്യകാലം കഴിച്ചുകൂട്ടിയത്. പിന്നീടുണ്ടായ യുദ്ധങ്ങളിൽ തൻ്റെ സഹോദരങ്ങളെ നഷ്ടപ്പെട്ട ടോബുരാമ എന്തു ചെയ്തും ഈ ലോകത്തിൽ സമാധാനവും ക്രമവും കൊണ്ടുവരണമെന്ന് ദൃഢനിശ്ചയമെടുത്തു. ഹാഷിറാമ ശാശ്വതമായ സമാധാനം സ്വപ്നം കണ്ട് വളർന്നപ്പോൾ ടോബുരാമയാകട്ടെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞും അതിനെ ഭയന്നുമാണ് വളർന്നത്. കൊനോഹാഗാക്കുരിയുടെ രൂപീകരണം. സെഞ്ചു ഉച്ചിഹ സഖ്യത്തിന് ശേഷം കൊനോഹാഗാക്കുരിയുടെ സ്ഥാപനം പൂർണ്ണമായപ്പോൾ ടോബുരാമയാണ് അതിലെ നിയമ സംവിധാനങ്ങളും നയപരമായ ചട്ടങ്ങളും ശക്തമാക്കിയത്. ടോബുരാമ മദാര ഉച്ചിഹയുമായി നിരന്തരം സംഘർഷത്തിലായിരുന്നുവെങ്കിലും സെഞ്ചു ഉച്ചിഹ സമാധാന കരാറിനെ മനസ്സില്ലാ മനസ്സോടെ പിന്തുണയ്ക്കാനും തയ്യാറായി. പക്ഷേ കാലം എത്ര കഴിഞ്ഞിട്ടും ഒരിക്കലും ഉച്ചിഹ ക്ലാനിനോട് പൂർണ്ണമായൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ ടോബുരാമയ്ക്ക് സാധിച്ചില്ല. ഉച്ചിഹയുടെ ശാരീരികനും സ്വഭാവ സവിശേഷതകളും അവരെ തങ്ങൾക്ക് നേരെ തിരിക്കുമെന്നും ഒരു യുദ്ധഭീഷണി തള്ളിക്കളയാൻ കഴിയാത്ത സാധ്യതയാണെന്നും വിശ്വസിച്ച ടോബുരാമ തനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രായോഗികവും കർശനവുമായ സംവിധാനങ്ങൾ ഒരു മുന്നൊരുക്കം എന്നവണ്ണം ചെയ്തുവച്ചു. സഹോദരനായ ഹാഷിറാമയുടെ മരണശേഷമാണ് സെക്കൻഡ് ഹൊക്കാഗെയായിട്ട് ടോബുരാമ ചുമതലയെടുക്കുന്നത്. ഹാഷിറാമയുടെ കീഴിൽ സമാധാനപരമായി ജീവിച്ചു വന്ന ഉച്ചിഹ ക്ലാനിൽ അസഹിഷ്ണുത തുടങ്ങി വയ്ക്കുന്നത് ടോബുരാമയുടെ വരവോടുകൂടിയാണ്. പക്ഷേ വർദ്ധിച്ചു വന്ന പിരിമുറുക്കങ്ങൾക്ക് നടുവിലും ടോബുരാമ നൂതനമായ പല നവീകരണങ്ങളും കൊനോഹ വില്ലേജിൽ കൊണ്ടുവന്നു. അങ്ങനെ ടോബുരാമയുടെ കീഴിൽ ഹിഡൻ ലീഫ് വില്ലേജിൽ തുടങ്ങിവെച്ച ചില കാര്യങ്ങളായിരുന്നു ചുനിൻ എക്സാംസും കൊനോഹ പോലീസ് ഫോഴ്സും ജനാധിപത്യപരമായ ഇലക്ഷൻസുമൊക്കെ. ഹാഷിറാമയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഉച്ചിഹ ക്ലാനിനെ എന്നും ഒരു ഭീഷണിയായിട്ടാണ് ടോബുരാമ കണ്ടത്. അതുകൊണ്ട് തന്നെ എന്തു വില കൊടുത്തും അധികാരത്തിന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് അവരെ അകറ്റാൻ ടോബുരാമ ശ്രമിച്ചു. ഉച്ചിഹയുടെ ശാരീരിക ശക്തി അവരുടെ അസ്ഥിരതയുടെയും തീവ്രതയുടെയും പ്രതീകമാണെന്ന് ടോബുരാമ വിശ്വസിച്ചു. ഈ വിശ്വാസങ്ങളിൽ ഉരുത്തിരിഞ്ഞാണ് ഉച്ചിഹ ക്ലാനിനെ ഒറ്റപ്പെടുത്താനും അവരെ അധികാരങ്ങളിൽ നിന്നും മാറ്റി നിർത്താനും ടോബുരാമ ശ്രമിച്ചത്. പക്ഷേ ഇത് വഴിവെച്ചത് ഉച്ചിഹ ക്ലാനിന്റെ വംശഹത്യയിലേക്കായിരുന്നു. ശക്തമായ തന്റെ കാഴ്ചപ്പാടുകളിലൂടെയും വ്യവസ്ഥാപിതമായ പരിഷ്കാരങ്ങളിലൂടെയും കൊനോഹ വില്ലേജിൽ ആധികാരികമായ ഒരു മാർഗരേഖയ്ക്ക് രൂപം കൊടുക്കാൻ ടോബുരാമയ്ക്ക് സാധിച്ചു. ടോബുരാമ സെഞ്ചു ഭയവും സമാധാനവും തമ്മിലുള്ള സംഘർഷങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രതിനിധിയാണ്. കൊനോഹ വില്ലേജിന്റെ നന്മ മുൻപിൽ കണ്ട് ഉച്ചിഹയെ സ്വന്തം മണ്ണിൽ നിന്നും അന്യരാക്കാൻ ശ്രമിച്ച ടോബുരാമ തന്റെ മരണം വരെ അല്ലെങ്കിൽ അതിനുശേഷവും ആ വെറുപ്പ് ഉള്ളിൽ കൊണ്ടു നടന്നു. വളരെ പാരഡോക്സിക്കലായി എഴുതപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു ടോബുരാമയുടേത്. എ മാൻ ഓഫ് ഇമ്മൻസ് പവർ. ആദർശങ്ങൾക്കായി പോരാടിയ ഒരു യോദ്ധാവ്. സ്വന്തം വില്ലേജിന്റെ നന്മയ്ക്കായി പലതും തുടങ്ങിവെക്കാൻ കഴിഞ്ഞെങ്കിലും അവയിൽ പലതും കൊനോഹ വില്ലേജിനെ ഇരുട്ടിന്റെ അധ്യായങ്ങളിലേക്ക് ഒരിക്കൽ തള്ളിവിടും എന്നറിയാതെ പോയ ഒരു ട്രാജിക് ഹീറോ. പക്ഷേ ഇതിനൊക്കെ അപ്പുറം തന്റെ കർത്തവ്യബോധത്തിലും കാഴ്ചപ്പാടിലും കഴിവുകളിലും ഷിനോബികളുടെ ലോകത്തിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഫിഗേഴ്സായി മാറാൻ ടോബുരാമയ്ക്ക് സാധിച്ചു.